കാഞ്ചിയാർ പേഴുകണ്ടത്ത് 2 വീടുകളിൽ കാപ്പിക്കുരു മോഷണം. പേഴുകണ്ടം വാറ്റുകുറ്റിയിൽ അബ്ദുൽ കരീം, മഞ്ഞപ്പള്ളിയിൽ ശശിധരൻ എന്നിവരുടെ വീടുകളിൽ നിന്നായി വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന 110 കിലോ കാപ്പിക്കുരുവാണ് മോഷ്ടാക്കൾ കവർന്നത്. കുടുംബങ്ങൾ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീടിന് മുമ്പിൽ ഉണക്കാനിട്ടിരുന്ന കാപ്പിക്കുരുവാണ് ഇന്നലെ രാത്രിയിൽ മോഷ്ടാക്കൾ കവർന്നത്. ഉണക്കാകാറായ കാപ്പിക്കുരുവാണ് നഷ്ടമായത്. സാധാരണ മുറ്റത്തിട്ട് ഉണക്കിയ ശേഷം വൈകിട്ട് കാപ്പിക്കുരു വാരിവെക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ മഴ മാറി നിന്നതിനാൽ കഴിഞ്ഞ ദിവസം കാപ്പിക്കുരു കൂട്ടിയിട്ട് പടുതിയിട്ട് മൂടിയിടുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അറിയുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ഇതിനകത്ത് മടക്കി കൂട്ടിയാണ് വെച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ മടക്കി എല്ലാം കൂടെ റെഡിയാക്കി ഉണക്കായതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. അങ്ങനെയാണ്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇല്ല, സംഗതിയില്ല. 50 കിലോ വരും ഒരു ചാക്കിനകത്ത്. കറക്റ്റ് ഒരു ചെറിയ പടുതായാൽ അല്ല വലിയ പടുതായാൽ നിറച്ചുണ്ടായിരുന്നു. അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിന്ന് 50 കിലോയും ശശിധരന്റെ വീട്ടിൽ നിന്ന് 60 കിലോ കാപ്പിക്കുരുവുമാണ് നഷ്ടമായത്. പച്ചയ്ക്ക് 3 ചാക്ക് ഉണ്ടായിരുന്നു. ഉണങ്ങിയ ഒരു 50 കിലോയിലും കിട്ടുന്ന കാപ്പിക്കുരുവുണ്ട്. അത് രാവിലെ നോക്കുമ്പോൾ ഇല്ല. പിന്നെ പടത അപ്പുറത്തെ മടക്കി കൂട്ടിയിട്ടിട്ടുണ്ട്. സംഭവിച്ചിട്ടില്ല. വിളവെടുക്കാൻ ആളെ കിട്ടാത്തതിനാൽ തൊഴിലുറപ്പ് ജോലി പോലും ഉപേക്ഷിച്ചാണ് ഇവർ കാപ്പിക്കുരു വിളവെടുത്തത്. കഷ്ടപ്പെട്ട് വിളവെടുത്ത കാപ്പിക്കുരു മോഷ്ടാക്കൾ അപഹരിച്ചതോടെ ഈ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞങ്ങൾ തൊഴിലുറപ്പിന് പോലും പോകാതെ ഇവിടെ നിന്ന് കാലും മേലാത്ത ഞങ്ങളെല്ലാവരും കൂടി പറിച്ചെടുത്തതാണ്. ഇന്നലെ അത് വാരി വയ്ക്കാനോ പറ്റിയില്ല. ഇന്നലെ രാത്രി കൊണ്ടുപോയി വഴി കൊണ്ടുപോയി ഇട്ടിട്ട് വാരി എടുത്തിട്ട് ചാക്ക് പറമ്പിലോട്ട് എറിഞ്ഞാ പോയത്. വായ്പയെടുത്ത് പരിപാലിച്ച് വിളവെടുത്ത കാപ്പിക്കുരു നഷ്ടപ്പെട്ടതോടെ ബാങ്ക് വായ്പയും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മോഷണത്തെ തുടർന്ന് ഇരു കുടുംബങ്ങളും കട്ടപ്പന പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ.